എന്റെ വക അണ്ണന്റെ ഒരു ചെറിയൊരു സർപ്രൈസ്. എന്താണ് എനിക്ക് ഇവിടെ ഒന്നും ലോണാന്നും ചേട്ടാ? ഇവിടെ ഒന്നും ഇല്ല. സെറ്റ് വരും ചെറിയ കുറഞ്ഞ കാർഡല്ലേ അതാ. ഓ എല്ലാ ദിവസവും ബർത്ത്ഡേ ഉണ്ടായിരുന്നു എല്ലാം മലി. എല്ലാവർക്കും എന്തൊരു സ്നേഹം. ഫ്ലൈറ്റ് കയറി വരണം. ആളടുത്തില്ലായിരുന്നു ഈ പറഞ്ഞതിന് എന്നും ബർത്ത്ഡേ വേണ്ടെന്ന്. ഫ്ലൈറ്റും കയറി വരുമെന്ന്. ചൈൽഡ് മാരേജസ് ഇല്ലീഗൽ. അതിനാരും ചൈൽഡ് മാരേജ് ചെയ്ത് കേറിക്കോളാം. എടാ മോനെ റോങ്ങറെ, ഈ സാധനമേ ഞാൻ എന്തോരം മിസ് ചെയ്തെന്നറിയാം. സത്യം പറയാല, സിറ്റിയിൽ ഒരു കാറ് വേണമെന്ന് തോന്നി, അതായത് കൊണ്ടു നടക്കണ ഒരു സാധനം വേണമെന്ന് തോന്നിയത് എനിക്ക് ഇത് മാത്രമാണ്. ഇത് ഏത് സിറ്റി പോയാലും എനിക്ക് തിരിച്ചു കിട്ടുമ്പോ ഭയങ്കര സന്തോഷമാണ്. രായ താങ്ക്യൂടാ. തരാൻ പറ്റതല്ല, തരാൻ പറ്റിയ വേറൊരു സാധനമാണ്. പക്ഷെ ഞാൻ ഇല്ല, വേറെ എന്ത് തന്നാലും എനിക്ക് ഇത്രയും വരത്തില്ല. എനിക്ക് ഇത് മതി, എനിക്ക് ഇത് മതി. ഇതാണ് സാധനം. ഓ ഇതിന്റെ സെറ്റടാ രായ കേറിയടാ. രായ ബാബു എന്തിനാ ബാബു വലിഞ്ഞേറിയിരിക്കണ വേറൊരാളെ? രായ കിടലോടാ. താങ്ക് യു സോ മച്ച്. കാരണം അവനാണ് ഇത് ചെയ്തത്. രായൻ എല്ലാം കൂടി ചേർത്ത് അവസാനം ഒരു കെട്ടിപ്പിടി കൊടുക്കണേ നല്ലത്. ബർത്ത്ഡേക്ക് മാത്രമൊന്നും അല്ല ഇത്. അണ്ണൻ ഇനി സിറ്റി വരുമ്പോ അണ്ണന്റെ കാറാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ആ TKRP അവസാനിപ്പിച്ച് വെച്ചിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, നമ്മുടേതായിട്ടുള്ള കുറച്ച് സാധനങ്ങള്. ആ സാധനം നമുക്ക് ഇപ്പൊ ഇനി ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. കാരണം ഏതൊക്കെയാണ്? അതായത് എടാ ഞാൻ പറയണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് RP ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് സാധനങ്ങള് അതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഇവിടെ ചില ആൾക്കാർ പറഞ്ഞായിരുന്നു, മറ്റേ RP ഒക്കെ മരിച്ചു, ഇതിപ്പം അതൊന്നും അല്ലത്. RP എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. RP എന്താണെന്ന് കുറച്ച് ആൾക്കാരെ നമ്മൾ കാണിച്ചു കൊടുക്കും. അതുകൊണ്ടല്ലേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലോ രായ, ഞാൻ ഇപ്പോഴേ പറയാണ്, ഞാൻ ഇവിടെ സിറ്റിയിൽ വന്നു കഴിഞ്ഞാല് ഞാൻ ഇനി എത്ര ദിവസം കയറുന്നുണ്ടോ അത്രയും ദിവസം ഞാൻ ഈ അടിക്കും വഴക്കിനൊന്നും ഞാൻ കുറച്ച് ദിവസം വരത്തില്ല. വരാതെ നിങ്ങൾ അവിടെ അടിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അത്രേ ഉള്ളൂ. എന്താണെന്ന് ഞാൻ അവിടെ ഇറങ്ങാൻ നേരത്തെ അണ്ണന്റെ അടുത്ത് ഞാൻ ഒരു വാക്ക് എന്ന് ഓർമ്മയുണ്ട് അണ്ണൻ പണ്ട്. അതിന്റെ സ്റ്റാർട്ടാണ് ഒരായത്. ഇത് തുടങ്ങിയല്ലോ അണ്ണ വണ്ടി കയറും. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, എന്തായാലും ഞാനിവിടുത്തെ മറ്റേ മന്ത്രി ഇവരെയൊക്കെ ഒന്ന് കണ്ടിട്ടേ നമ്മുടെ തക്കുടുവാമ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ? തൽക്കാലം ബെല്ലാരിയില് കളി. ഇത്ര നേരം ഭയങ്കര ഒച്ചയില അപ്പൊ സംസാരിച്ചോണ്ടിരുന്നല്ലേ? ഭയങ്കര ഒച്ചയില്ലേ? തൽക്കാലം ബെല്ലാരി കളി. ഞാനിവിടെ എല്ലാം ഒന്ന് സംസാരിച്ചിട്ട് നമ്മുടെ ഗ്യാങ് ഹൗസും കാര്യങ്ങളൊക്കെ വരുമോ ഇല്ലോ പറയാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ വന്നാൽ പോരെ? നമുക്ക് അൺഡിക്ലെയർ ടു ഡിക്ലെയർ അതെപ്പോഴാണ്? ഇവിടെ നല്ല കെണ്ട അഭിനയം കേട്ടാ. എന്താ വള്ളി? ഒന്നുമില്ല ബാബു, കേട്ടില്ല സ്റ്റോപ്പ്. മുള്ളിയപ്പം അടുത്ത സ്വപ്നം ഇവിടെ തുടങ്ങാം. മുള്ളിക്ക് മനസ്സിലായിരുന്നു ഇതിനാണ് ഞാൻ കൊണ്ടുവന്നേ. നീ എന്തുവാടാ ബാബു ഇന്ന് എന്നോട് പറഞ്ഞേ? ഹലോ, എന്താണ് പറഞ്ഞേ? തിരക്കേ നിങ്ങൾ എന്റെ ഫേസ് ക്യാം അല്ല സരക്കെ ഒരു മിനിറ്റ് സരക്കെ. ഇവര് ഇപ്പം ഞാൻ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് ഞാൻ ഗ്യാങ് ഹൗസിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു.
സത്യം പറയാലോ, ഇതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നോണ്ട് എനിക്ക് എക്സ്പ്രഷൻ ഇടാൻ പോലും പറ്റിയില്ല. അല്ലെങ്കിൽ ഞാനൊരു എക്സ്പ്രഷൻ എങ്കിലും ഇട്ടേനെ ഇത് കണ്ടിട്ട്. അത് കുഴപ്പമില്ല എന്തായാലും ടി വി സിറ്റിയിലോട്ട് തിരിച്ചു വരാണ്. വാസു ആ റോള് നോക്ക്, സൈഡിലുള്ള ഫേസ് ക്യാം താഴത്ത് താഴോട്ട് കാണാൻ പറ്റില്ല. കണ്ടു ലീഡർ. ഈസ് ബാക്ക്. ലെറ്റ്സ് ഗോ സാമ്രാജ്യം. സാമ്രാജ്യമല്ല, സ്വർഗരാജ്യം. അടുത്തത് അതും പോയി. 2 മാസാണ് മിസ്സായി പോയത്. ലെറ്റ്സ് ഗോ സ്വർഗരാജ്യം. വലതുകാലം വെച്ച് അണ്ണൻ അകത്ത് കയറുക. അത് മാത്രമല്ല, നമുക്ക് കുറച്ച് മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്, അവരെ ഇൻവൈറ്റ് ചെയ്യണം അണ്ണൻ. എല്ലാരും 81 റേഡിയോ. 2 വട്ടമാണ് എന്റെ മാസ് പോയത്. 2 വട്ടം. ഇത് ഞാൻ ഇനി സഹിക്കൂല. സാമ്രാജ്യം പോയി സ്വർഗരാജ്യം. T/TV കണക്ട് റേഡിയോ നിട്ടാണ് അണ്ണൻ. അല്ല T/TV അവര് വെൽക്കിടാൻ പോണം. അവര് നമ്മളെ വെൽക്കം ചെയ്യണം. ഓക്കെ, ഞാനൊരു സത്യം പറയട്ടെ ബാബു, കേക്കാവോ? ഞാനേ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ നിന്നോട് പറഞ്ഞോണ്ട് വന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അടുത്തൊരു കണ്ടന്റ് മനസ്സിലില്ലാത്തതുകൊണ്ടേ നിങ്ങൾ ഇവിടെ വെൽക്കം ടിവി ടു സ്വർഗരാജ്യം. സ്പേസ് അടിച്ചിട്ട് എന്ത് വേണം അടിച്ചോണേ. അന്നെ പറയാനുള്ളത് അങ്ങ് പറഞ്ഞ കണക്ട് ടു റേഡിയോ. എന്റെ മോനെ വെൽക്കം ടിവി എല്ലാരും വെൽക്കം ഇടുന്നുണ്ട്. പിന്നെ അല്ല, ലെറ്റ്സ് ഗോ. പറയാന്നല്ലോ, കണ്ടന്റ് ഇല്ല. ഇതല്ലേ ഇട്ടേക്കുന്നല്ലേ? ഇത് പഴയതല്ലേ? ഇതിന് ഞാൻ ഇവിടെ ഒരു റിക്രൂട്ട്മെന്റ് വിളിക്കുന്ന കാലം മറന്നില്ല അണ്ണ. സത്യടാ, ഇവിടെ റിക്രൂട്ട്മെന്റ് ചെയ്യണ ഒരു കാലം മറന്ന്. എനിക്ക് ഞാൻ റേഡിയോ എത്രയാണ്? 81. ഒരു മിനിറ്റ് ഒരു സെക്കൻഡ്. ഇതെനിക്ക് ആരെന്നറിയോ? റേഡിയോ കണക്ട് ചെയ്യാൻ വില്ലൻ ദാസ്. 81 അല്ലേ? 81. നീയാ? നിന്നെ എടുത്തില്ല. നിന്നെ വെൽക്കം കിട്ടാത്തവർക്ക് അപ്പുറത്ത് വിളിക്കൂല, തിരിച്ചു വിളിക്കൂല, ഉറപ്പാണ്. ഞാൻ പോവില്ല. അപ്പൊ നമ്മള് കൊറേ കാലമായിട്ട് ഞാൻ ഒരു സമയത്ത് കുറെ ആഗ്രഹിച്ച ഒരു മുതലായിരുന്നു അത്. പക്ഷെ ആ മുതലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നാലും വേറൊരു മുതലായിട്ട് എടുക്കുകയാണ്. വി ആർ വെൽക്കമിങ് KVA അമ്മുക്കുട്ടി ടു TVA as TVA വില്ലൻ. ഒരു വണ്ടി ഇടിച്ച് ചാവണം കേട്ടോ. ആള് വണ്ടി ഇടിച്ച് തീരണം ഇതോടുകൂടി. വണ്ടി ഇടിച്ചിരുന്നതിന് മുമ്പേ ഓടി വന്ന കേട്ടാ. ഭാഗ്യമുണ്ട് ഈ വെൽക്കം, ഇവിടത്തെ വെൽക്കം ഈ വീട്ടിൽ. അതുപോലെ പിന്നെ ഒരു കാര്യം വെച്ചാൽ റേഡിയോയിൽ പറയണം, നമ്മൾ ഈ ഇരിക്കുന്ന 5 പേരല്ലാണ്ട് വേറെ ആരും വില്ലൻ ദാസ് എന്നുള്ളതിനെ കളിയാക്കുന്ന രീതിയിലോ വേറെ കോണ വർത്താനം പറയുന്ന രീതിയിലോ ചെല്ലാണ്ട് അണ്ണനെ അല്ലെങ്കിൽ ക്ഷേത്രത്തിലുള്ള രീതിയിൽ വിളിക്കുക എന്നുള്ളത്. റേഡിയോയിലുള്ള എല്ലാവരോടത്തും പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മള് TVയില് ഈ പറയണത് പോലെ ലീഡർ കോ ലീഡർ കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു ലീഡർ കോ ലീഡർ ഹൈറാർക്കി നിങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയാണോ
അതേപോലെ തന്നെ ഒരു നമ്മൾ മെന്നി എണ്ണ നിങ്ങളെല്ലാം വിളിക്കുന്നത് പോലെ തന്നെ എല്ലാവരും ഒരു ഇത് ഹൈറാർക്കിയോട് അല്ലെ ഒരു റെസ്പെക്റ്റോട് കൂടി ഇതാക്കേണ്ട ഒരു പ്ലെയർ തന്നെയാണ് നമ്മുടെ വില്ലനും. അപ്പോൾ വില്ലൻ ദാസിന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള, അതായത് നിങ്ങളൊക്കെ ഞങ്ങളെ ഒരു ചേട്ടനെ പോലെ കാണുന്നത് പോലെ നിങ്ങളുടെ ഒരു ചേട്ടനെ പോലെ ഒരു കാണേണ്ട ഒരു ആൾ തന്നെയാണ് വില്ലൻ ദാസും. ആ ഒരു റെസ്പെക്റ്റ് നിങ്ങൾ ഓരോ പ്ലേയേഴ്സും വില്ലന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് ആ ഒരു ഹൈറാർക്കി എപ്പോഴും ഓർമ്മ വേണം. നല്ല പ്രായമുള്ള മനുഷ്യനാണ്. അത്യാവശ്യം നല്ല പ്രായമാണ്. അപ്പൊ പരിചയപ്പെടുത്തി നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കും മള്ളി. വെൽക്കം ടു ടിവിഎ ബ്രദർ. എടാ മോനെ, എനിക്ക് ഇത് മാത്രം മതിയടാ, ഇത് മാത്രം. ഇവിടെ നടന്നിറങ്ങുന്ന സുഖം വേറെ എങ്ങും ഇല്ല, ഇത് മാത്രം മതി. പറയടാ. വർഷങ്ങൾക്ക് ശേഷം ഇത്രയും നല്ല ഗ്യാങ്ങോസാണല്ല അപ്പൂപ്പനും പിള്ളേരും കൂടെ നശിപ്പിച്ചിട്ടിരുന്നത്. അതിന് 2 എൻട്രി ഉണ്ടാക്കി. അന്ന് നമ്മള് TKRP ഇറങ്ങിയതാ ഇവിടുന്ന്. പിന്നെ ഞാൻ ഇവിടെ ഉണ്ട്. താഴോട്ട് വരൂ. എടാ എല്ലാരും ഒന്ന് താഴോട്ട് വരണേ, എല്ലാരും വരണേ. ശുചീകരണം നടത്തണം കേട്ടോ. ശുചീകരണം നടത്തണം കേട്ടോ. താഴോട്ടെന്ന് പറഞ്ഞ എവിടെ? ഇങ്ങോട്ട് താഴെ ബാക്ക് സൈഡ്. എടാ ഇത് വ്രോക്സ് ചെയ്ത ഫയലാണോ ഇത്? ഓ അതെ. ഓ സെറ്റ്. ഞാൻ വരുന്നുണ്ട്. ഗോൾ ഗോൾ 1500. ഇതെന്താ വെള്ളം? ഗോൾ ഈ വണ്ടി ഓർമ്മ ഉണ്ടായതിന് മൊല്ലി വലത്തെ സൈഡില്. ഇതേത് വണ്ടി? അതിന് മുമ്പത്തെ മനസ്സിലായി. ഓ ഈ വണ്ടി അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 2 വണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ ഇവിടെ? 2 വണ്ടി ഉപയോഗിക്കാം. ഉറപ്പാണോ? ഉറപ്പാ. സീനൊന്നുമില്ല. ചെറിയ ഉറപ്പുണ്ട്. നാളെ പറയാം. കൺഫേം നാളെ പറയാം. അതാ ഞാൻ ചോദിച്ചേ. ഇപ്പം ഞാൻ അതുകൊണ്ടാ പറയണേ, ഇപ്പം നീയൊക്കെ ഹൈപ്പ് കൊടുത്തിട്ട് നാളെ ഇത് 2 എണ്ണം ഉപയോഗിക്കാൻ ഈ വണ്ടി പണ്ട് നമ്മളെ കൈവശം 8,000 അത് വിൽക്കാൻ പോണം. 8,000 രൂപ വാങ്ങിയത്. അതിന്റെ 8,000 രൂപ വണ്ടി വിൽക്കട്ടെ മള്ളി. അത് വിൽക്കട്ടെ, എണ്ണം പേടിക്കണ്ട. അത് നമ്മള് ചന്ദ്രന് പൈസ ചോദിച്ച് വരൂല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിഞ്ഞാൽ മതി. സാധാരണ നമ്മൾ എന്ത് വണ്ടി കൊണ്ടുവന്നാലും ഈ പറയണ പോലെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് അനൗൺസ് ചെയ്യുമെങ്കിൽ 2 ദിവസം കഴിയുമ്പം അതിന്റെ ഗുദാവയാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഞാൻ ബാബു പറ്റി ഇത് വണ്ടി വിൽക്കണ. ബാക്കി രായം പറഞ്ഞോളും. പുതിയ വണ്ടി അത്ര അറിഞ്ഞാൽ അപ്ഡേറ്റും കൂടെ ഉണ്ടെന്നാ. നമ്മള് TV ആയപ്പം ഇവിടത്തെ ബെല്ലാരി ഒറിജിനാലിറ്റി ഇവിടെ ബെല്ലാരി ആവാൻ പോവാ. പക്ഷെ അവരോട് പറയണം സിയോണിന്ന് തൽക്കാലം ഇപ്പൊ വരരുത്. ആരുമില്ല ഇപ്പൊ ഗ്യാങ്ങായിട്ട്. എന്താ അവിടുത്തെ കാര്യം? നമുക്ക് സംസാരം ഒന്നും കേട്ടല്ലേ? അതല്ലല്ലേ, ഇതാണ് നമ്മുടെ ശരി. ടോപ്പിക് ഇതാണ്. ഇവര് ഇവിടെ ബെല്ലാരിയായിട്ട് മാറിക്കഴിഞ്ഞു. സ്വർഗരാജ്യം. എടാ നമുക്ക് ഇനി ചെയ്ത് കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്, RP ചെയ്യുന്നതെന്ന്. അത് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ഞാൻ പറയട്ടെ, ഒരു കുറച്ച് ആൾക്കാരോടുള്ള ഒരു വാശിയാണ് സത്യം പറയാം. അതെനിക്ക് എന്തായാലും അതെനിക്ക് കാണിച്ചു കൊടുക്കണം. അല്ലാതെ നമ്മൾ ഓൾറെഡി തുടങ്ങി. ഞാൻ കാണുന്നുണ്ട്. അല്ലാതെ അത് കാണുമ്പോ തന്നെ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, നമ്മള് പഴയ ഇതൊക്കെ എടുത്ത് സംസാരിക്കണം. അതിപ്പോ എന്റെ ത്രൂ കാണുന്ന RP എന്നല്ല, ബാക്കി നിങ്ങളുടെ എല്ലാവരുടെയും കാണുന്നതിലും ആ ചേഞ്ച് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളൊക്കെ സംസാരിക്കണത് എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസരം, അത് തന്നെയാണ് ഉദ്ദേശിച്ച വലിയൊരു കാര്യം. സത്യം പറയാലോ, അത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും ഇവരുടെ പ്രത്യേകിച്ച് ഇവരുടെ നീ ഇത്രയും ഏറ്റെടുത്ത് ഇത്രയും കൊണ്ടുവന്ന് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. എല്ലാവർക്കും